നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൈജീരിയക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. കാരണം ഈ നൈജീരിയ പോലെയുള്ള സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമുക്കറിയാം വളരെയധികം പട്ടിണി നിറഞ്ഞ രാജ്യങ്ങളാണ് ചാഡ്, സുഡാൻ, അതോടൊപ്പം തന്നെ നൈജീരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ഈ പട്ടിണിയെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരശക്തികൾ ഈ ശരീഅത്ത് നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി ഇത്തരം രാഷ്ട്രങ്ങളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ബൊക്കോ ഹറാം സൗത്ത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയുടെ വാർത്തകൾ അവസാനിക്കുന്നുമില്ല. എല്ലാ ദിവസവും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെയും വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. അതിനാൽ അമേരിക്ക നിലപാട് കടുപ്പിക്കുകയാണ്. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ക്രിസ്തുമത വിശ്വാസികൾ വൻ വെല്ലുവിളിയാണ് നൈജീരിയയിൽ നേരിടുന്നതെന്നും ട്രംപ് പറയുന്നു. പ്രശ്നം പഠിക്കുന്നതിന് US കോൺഗ്രസ് അംഗങ്ങളുടെ സമിതിയെ ട്രംപ് നിയോഗിച്ചിരുന്നു. 3100ഓളം ക്രൈസ്തവർ നൈജീരിയയിൽ വംശഹത്യയ്ക്ക് ഇരയായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാട്ടുന്നത്. Christianity is facing an existential threat in Nigeria. Thousands and thousands of Christians are being killed. Radical Islamists are responsible for this mass slaughter. I am hereby making Nigeria a country of particular concern. That's a legal definition. When the Christians or any such group is slaughtered, like is happening in Nigeria, 3,100 versus 4,476 worldwide. What horrible numbers. Something has to be done. I am asking Congressman Riley Moore, together with Chairman Tom Cole and the House Appropriations Committee, to immediately look into this matter and to report back to me. And I mean like immediately. The United States cannot stand by while such atrocities are happening in Nigeria and numerous other countries. It's not only Nigeria, it's all over. We stand ready, willing, and able to save our great Christian population around the world. This is not going to happen. The killing of Christians is not going to happen. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. ഐസൺ, ഈ നൈജീരിയയിലേക്ക് ഒരുപക്ഷെ സൈനിക നടപടിയെപ്പറ്റി പോലും ചിന്തിക്കുമെന്ന കൃത്യമായ സന്ദേശമാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നത്. കാരണം ഈ ബൊക്കോ ഹറാമിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ അവിടെ കൊന്നുതള്ളുകയാണ്. ഒരു സമ്പൂർണ്ണമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന ഈ വംശഹത്യയിൽ കൃത്യമായ ഇടപെടൽ നടത്തും എന്ന് തന്നെയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഐസൺ, തീർച്ചയായും ഗൗതം, അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ട്വീറ്റിൽ അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ദി ട്രൂത്ത് എന്ന് പറയുന്ന സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം എഴുതിയതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എങ്കിൽ കൂടി അതിൽ ചില വാക്കുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്ട്രെസ് അല്ലെങ്കിൽ ചില വാക്കുകളിൽ അദ്ദേഹം നൽകുന്ന ഊന്നലുകൾ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്താൻ അനുവദിക്കില്ല. നേരത്തെ നമുക്കറിയാമായിരുന്നു 3700ഓളം ക്രൈസ്തവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് 4500-ൽ താഴെ മാത്രം ലോകത്ത് ഇസ്ലാമിക ഭീകരവാദികൾ ക്രൈസ്തവരെ കൊന്നൊടുക്കിയപ്പോൾ 3100ഓളം ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് നൈജീരിയയിൽ മാത്രമാണ്. അതുതന്നെ കൃത്യമായൊരു കണക്കായി അദ്ദേഹം ഒരു സൂചനയായി നൽകുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ, അതായത് ഭീകരരുടെ ഇത്തരം നീക്കങ്ങൾ അനുവദിച്ചു കൊടുക്കാനാവില്ല, ഇത് തുടർന്നു കൊണ്ടുപോകാനുമാവില്ല എന്ന് കൃത്യമായി നൈജീരിയയ്ക്ക് മുന്നറിയിപ്പ് നൽകുക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാണ്. മറ്റൊരു പ്രധാന വിഷയം, പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സമിതിയെ, കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമിതിയെ ഇതിന് നിയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. സൈനിക നടപടി ഉണ്ടാകുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്നും കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഒരു കൃത്യമായ മുന്നറിയിപ്പിൻ്റെ സ്വഭാവമുള്ള ഒരു ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത്തരം നീക്കങ്ങൾ ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാനാവില്ല, ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന നീക്കങ്ങളെ അംഗീകരിച്ചു കൊടുക്കാനാവില്ല, ക്രൈസ്തവ സഹോദരങ്ങളെ വംശഹത്യ ചെയ്യുന്ന നീക്കത്തെ അംഗീകരിച്ചു കൊടുക്കാനാവില്ല, ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും, അത് കണ്ട് വെറുതെ ഇരിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുമ്പോൾ, അതിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് അത് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇനി സൈനിക നീക്കങ്ങൾ ഉണ്ടാവുക, ഏത് രീതിയിലായിരിക്കും പാർലമെൻ്ററി നടപടികൾ ഉണ്ടാവുക എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും എന്തു തന്നെയായാലും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അമേരിക്കയുടെ പ്രസിഡന്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ലോകം മുഴുവൻ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് ഗൗരവമേറിയ വിഷയം. തീർച്ചയായും ഈ ബൊക്കോ ഹറാം ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ പല
പല ജീവിത പശ്ചാത്തലങ്ങളിലെ ദുരിതങ്ങളെല്ലാം തന്നെ മുതലെടുക്കുന്ന ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ ഇസ്ലാമിക് റാഡിക്കൽസ്, അതായത് ഈ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ളവർ ഇത്തരത്തിൽ നടത്തുന്ന സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ ദരിദ്ര രാഷ്ട്രങ്ങളിലും നടത്തുന്ന ഒരു നീക്കത്തെയും അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. ഇതിൽ ഈ നൈജീരിയയുടെ ഭരണകൂടമുണ്ടല്ലോ, ആ ഭരണകൂടത്തിന് ചില നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അടുത്തിടെ നൽകിയിരുന്നു. അതായത് ഈ ബൊക്കോ ഹറാം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് ശക്തികളെ നിയന്ത്രിക്കാൻ അവിടുത്തെ ഔദ്യോഗിക സർക്കാരും സൈനിക സംവിധാനവും എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായും ഉണ്ടാകുന്നത്, ഈ ബൊക്കോ ഹറാമിനെയൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈനിക സംവിധാനമൊന്നും ഇപ്പോൾ നൈജീരിയ പോലുള്ള രാജ്യങ്ങൾക്കില്ലേ? അതോ അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടവും ഇപ്പോൾ ഈ ഭീകരവാദികളെ കയറൂരി വിട്ടിരിക്കുകയാണോ? എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൗതം, തീർച്ചയായും അവിടെ നടക്കുന്നത് ഈ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള ആ വിഭാഗത്തെ പൂർണ്ണമായും അല്ലെങ്കിലും ഒരു പരിധിവരെ പിന്തുണയ്ക്കുന്ന എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി അതിനെ അനുകൂലിക്കുന്നൊരു നിലപാട് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു അക്രമ സ്വഭാവത്തിൽ നീങ്ങുന്ന ക്രൈസ്തവ വിരുദ്ധ ഒരു ക്രൈസ്തവർക്കെതിരായ വംശശുദ്ധീകരണത്തിൻ്റെ യുദ്ധം നടത്തുന്ന അല്ലെങ്കിൽ കൊലപാതകം നടത്തുന്ന ഒരു കൂട്ടക്കുരുതി നടത്തുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന കൃത്യമായ നിലപാട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ ഭീകരവാദികളെല്ലാം തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളും സ്വന്തം സൈന്യത്തിലും പോലീസിലുമുള്ള ചില അസ്വാരസ്യങ്ങളും എല്ലാം തന്നെ അവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നതിനെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കെട്ടുറപ്പോടെ സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്ന ഏറ്റവും ഗൗരവമായൊരു വിഷയം തന്നെയാണ് അവിടെയുള്ളത്. ആ ഒരു പ്രശ്നം തന്നെയാണ് നൈജീരിയയെ ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. വൻതോതിൽ ഇത്തരത്തിൽ പള്ളികൾ തകർക്കുന്നു, അതുപോലെ തന്നെ ക്രൈസ്തവരെ ആക്രമിക്കുന്നു, ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നു. അതായത് പലയിടങ്ങളിലും വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ 10-20 പേരെ ഒരേ സമയം കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകളാണെന്ന് പുറത്തു വന്നത്. അത്തരത്തിൽ ആ ഭരണകൂടം ഇവരോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. നൈജീരിയയിൽ ബൊക്കോ ഹറാം ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഈ ഭീകര പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു സൈനിക നീക്കത്തിന് പോലും അമേരിക്ക മടിക്കില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ മാത്രം ഞാൻ ഈ ബൊക്കോ ഹറാമിന്റെ സ്വഭാവം പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. അതായത് ഏതാണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നൈജീരിയയിലെ ചെപ്പോക്ക് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു സ്കൂളിൽ നിന്നും നിരവധി പെൺകുട്ടികളെ ഈ സംഘടന തട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു സംഭവമായി മാറി. കാരണം പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് ആയുധധാരികളായ ഭീകരരെത്തുന്നു, അതിനുശേഷം ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ എന്തിനാണ് ബൊക്കോ ഹറാം ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് ഈ പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയത് എന്നതിനെപ്പറ്റി കൃത്യമായി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഈ ബൊക്കോ ഹറാം തന്നെ പറഞ്ഞത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല, അത് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഓർക്കുക, ഇത്തരം സംഘടനകളൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നാടിൻ്റെയൊക്കെ അവസ്ഥ എന്ന കാര്യം കൂടി ഓർക്കണം. കാരണം ഈ ബൊക്കോ ഹറാമിൻ്റെയൊക്കെ ആളുകളാണ് ഈ പോപ്പുലർ ഫ്രണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട്.